മോവാബുകാരിയായ രൂത്ത്. അധ്യായം 4. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ബോവാസ് പട്ടണവാതിൽക്കൽ ചെന്ന് അവിടെ ഇരുന്നു. ബോവാസ് പറഞ്ഞിരുന്ന വീണ്ടെടുപ്പുകാരൻ കടന്നു പോകുന്നത് കണ്ടു. ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ ചെന്ന് അവിടെ ഇരുന്നു. പിന്നെ അവൻ പട്ടണത്തിലെ മൂപ്പന്മാരിൽ 10 പേരെ വരുത്തി ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു. അവരും ഇരുന്നു. അപ്പോൾ അവൻ ആ വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞത്, മോവാബ് ദേശത്ത് നിന്ന് മടങ്ങി വന്നിരിക്കുന്ന നവോമി നമ്മുടെ സഹോദരനായ എലീമേലെക്കിൻ്റെ വയൽ വിൽക്കുന്നു. ആകയാൽ നിന്നോടത് അറിയിപ്പാൻ ഞാൻ വിചാരിച്ചു. ഇവിടെ ഇരിക്കുന്നവരുടെയും ജനത്തിൻ്റെ മൂപ്പന്മാരുടെയും മുമ്പാകെ നീ അത് വിലയ്ക്ക് വാങ്ങുക. നിനക്ക് വീണ്ടെടുപ്പാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ അറിയേണ്ടതിന് എന്നോട് പറയുക. നീയും നീ കഴിഞ്ഞിട്ട് ഞാനും അല്ലാതെ വീണ്ടെടുപ്പാൻ ആരുമില്ല. അതിന് അവൻ, ഞാൻ വീണ്ടെടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ബോവാസ്, നീ നയോമിയുടെ വയൽ വാങ്ങുന്നതോടൊപ്പം മരിച്ചവൻ്റെ അവകാശത്തിന്മേൽ അവൻ്റെ പേർ നിലനിൽക്കുവാനായി മരിച്ചവൻ്റെ ഭാര്യ മോവാബ്യ സ്ത്രീയായ രൂത്തിനെയും വാങ്ങണം എന്ന് പറഞ്ഞു. അതിന് വീണ്ടെടുപ്പുകാരൻ, എനിക്ക് അത് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല. എൻ്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും. ആകയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടത് നീ വീണ്ടെടുത്തുകൊള്ളുക. എനിക്ക് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ചുള്ള കാര്യം സ്ഥിരമാക്കുവാൻ ഒരുവൻ തൻ്റെ ചെരുപ്പൂരി അവന് കൊടുക്കുന്നത് ഇസ്രായേലിൽ പണ്ട് മുതൽ നടപ്പായിരുന്നു. ഇതായിരുന്നു ഇസ്രായേലിൽ ഉറപ്പാക്കുന്ന വിധം. അങ്ങനെ ആ വീണ്ടെടുപ്പുകാരൻ ബോവാസിനോട്, നീ അത് വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞു. തൻ്റെ ചെരുപ്പൂരി കൊടുത്തു. അപ്പോൾ ബോവാസ് മൂപ്പന്മാരോടും സകല ജനത്തോടും പറഞ്ഞത്, എലീമേലെക്കിനുള്ളതെല്ലാം കില്യോനും മഹ്ലോനും ഉള്ളതെല്ലാം ഞാൻ നവോമിയോട് വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു. അത്രയുമല്ല, മരിച്ചവൻ്റെ പേർ അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും അവൻ്റെ പട്ടണത്തിൽ നിന്നും മാഞ്ഞു പോകാതെ വണ്ണം മരിച്ചവൻ്റെ പേർ അവൻ്റെ അവകാശത്തിന്മേൽ നിലനിർത്തേണ്ടതിന് മഹ്ലോന്റെ ഭാര്യ മോവാബ്യ സ്ത്രീയായ രൂത്തിനെയും എനിക്ക് ഭാര്യയായി വാങ്ങിയിരിക്കുന്നു എന്നതിനും നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു. അതിന് പട്ടണ കവാടത്തിലിരുന്ന് സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ ദൈവം റാഹേലിനെ പോലെയും ലേയയെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. എഫ്രാത്തയിൽ നീ ശക്തനും ബേത്ലെഹേമിൽ വിസ്തൃതനുമായിരിക്കാം. ഈ യുവതിയിൽ നിന്ന് ദൈവം നിനക്ക് നൽകുന്ന സന്തതിയായി നിന്റെ ഗൃഹം താമാർ യഹൂദയ്ക്ക് പ്രസവിച്ച ഫേരസിൻ്റെ ഗൃഹം പോലെയായി തീരട്ടെ. ഇങ്ങനെ ബോവാസ് രൂത്തിനെ പരിഗ്രഹിച്ചു. അവൾ അവന് ഭാര്യയായി.
അവൻ അവളുടെ അടുക്കൽ ചെന്നു. ദൈവം അവൾക്ക് ഗർഭം നൽകി. അവൾ ഒരു മകനെ പ്രസവിച്ചു. സ്ത്രീകൾ നവോമിയോട്, ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കൊണ്ട് ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അവന്റെ പേര് ഇസ്രായേലിൽ വിശ്രുതമായിരിക്കട്ടെ. അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിൽ പാലകനും ആയിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയുമായിരിക്കുന്ന നിന്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു. നവോമി കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി. അവന് വളർത്തമ്മയായി തീർന്നു. അവളുടെ അയൽക്കാരികൾ നവോമിക്കൊരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞു. അവളുടെ അയൽക്കാരികൾ നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞു. അവന് ഈബീദ് എന്ന് പേരു വിളിച്ചു. ദാവീദിന്റെ പിതാവായ ഈശായിയുടെ പിതാവ് ഇവൻ തന്നെ. ഫേരസിന്റെ വംശപാരമ്പര്യമാവിത്. ഫേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു. ആരാം അമിനാദാബിനെ ജനിപ്പിച്ചു. അമിനാദാബ് നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ സൽമോനെ ജനിപ്പിച്ചു. സൽമോൻ ബോവാസിനെ ജനിപ്പിച്ചു. ബോവാസ് ഊബീദിനെ ജനിപ്പിച്ചു. ഊബീദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദിനെ ജനിപ്പിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.